എറണാകുളത്തിനടുത്ത് വെടിവെച്ചൻ കോവിൽ എന്ന് പറയുന്ന ഒരു നാട്ടിൽ, വെടിവെച്ചൻ കോവിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആ നാട്ടിൽ ഭഗവതി നട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മോഹനന്റെയും ശ്രീദേവിയുടെയും മകനായി ജനിച്ചത് നല്ലതായിരുന്നു. ജനിച്ച വീടും നാടും ഒക്കെ നല്ലതായിരുന്നു. എന്നാൽ ജനിച്ച സമയവും നാഴികയും വിനാഴികയും ഗ്രഹനിലയൊക്കെ വച്ചിട്ട് എനിക്കും ഒരു ബുക്ക് എൻ്റെ കുടുംബജോത്സ്യൻ എഴുതി വെച്ചു. ആ പുസ്തകമാണ് എൻ്റെ കുടുംബത്തെ തകർത്തത്. എന്നാൽ നാട്ടുകാരെ, ഒരു ബുക്ക് എന്നെ തകർത്തപ്പോൾ 17ാമത്തെ വയസ്സിൽ ഞാൻ മറ്റൊരു ബുക്ക് തുറന്നു. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നത്. ഒരു ബുക്ക് എന്നെ തകർത്തു, വേദപുസ്തകം എന്റെ തകർച്ചയെ മാറ്റി. ഈ രാത്രി നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ബാക്കി മകന്റെ സാക്ഷികളായിട്ടാണ് ഞങ്ങൾ യേശുവിനെ ഉയർത്തുന്നത്. ജാതക ശാപത്തിന്റെ ആഴങ്ങളിലേക്ക് എൻ്റെ മതം എന്നെ തള്ളിവിട്ടു. എഴുതി വെച്ച വിധിയെഴുത്തുകൾക്കകത്തേക്ക് എൻ്റെ കുടുംബത്തെ തള്ളിക്കളഞ്ഞു. എഴുതി വെച്ച നിന്ദയുടെയും പരിഹാസത്തിന്റെയും മരണകരമായ വിധികളിലേക്ക് ഒരു ദാക്ഷിണ്യമില്ലാതെ ആ ജനിച്ചു വീണ കുഞ്ഞിനെയും ആ കുടുംബത്തെയും മതം തള്ളിവിട്ടിട്ട് പറഞ്ഞു, രക്ഷയില്ല, വിമോചനമില്ല, തിരിച്ചുവരവില്ല. എന്തു ചെയ്താലും, എന്ത് കർമ്മത്താലും, എന്താചാരത്താലും, എന്തനാചാരത്താലും, എന്തനുഷ്ഠാനത്താലും തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ എൻ്റെ കുടുംബത്തെ തിരിച്ചുവരവുണ്ട് എന്ന് പറഞ്ഞത് സുവിശേഷമാണ്. ഒറ്റശേഖരമംഗലത്ത് റോഡരികത്ത് നിന്ന് കേൾക്കുന്ന ചേട്ടാ, നിന്നെ പോലെ ഏതോ ശാപത്തിന്റെ കീഴിൽ എത്ര ആചാര അനുഷ്ഠാനങ്ങൾ മാറി മാറി ചെയ്തിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പരാജിതനെ പോലെ നിൽക്കേണ്ട അരവിന്ദ് മോഹനെ ഈ മണ്ണിൽ ഒരു ജയാളിയാക്കി കൊണ്ടുവന്നത് യേശുവാണ്. കരമടിച്ച് ശബ്ദമുയർത്തി ഈ യേശുവിനെ അനുഭവിച്ചവർക്ക് ഈ പന്തലിൻ കീഴിൽ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. ശാപത്തിന്റെ ദുഃഖത്തിലേക്ക് വലിച്ചിട്ടു. ഒരപ്പൻ പറഞ്ഞു, ഇല്ല, എൻ്റെ മകനെ ഞാൻ കൈവിടില്ല. എനിക്കുള്ള സമ്പത്ത്, എനിക്കുള്ള ആരോഗ്യം, എനിക്കുള്ളതെല്ലാം കൊടുത്ത് എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ എൻ്റെ 7ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അപ്പനെ നഷ്ടപ്പെട്ടു. 7ാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു വീഴുമ്പോൾ അപ്പൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി കത്തുന്ന അപ്പൻ്റെ ചിതക്കരികിൽ നിന്ന് 7 വയസ്സുകാരൻ തിരികെ വീട്ടിൽ വരുമ്പോൾ കുടുംബക്കാർ ഒന്നടങ്കം പറഞ്ഞതാണ്, കുടുംബം തകർക്കാനുണ്ടായവൻ, അപ്പനെ കൊല്ലാനുണ്ടായവൻ, കുടുംബത്തെ നശിപ്പിക്കാനുണ്ടായവൻ. എന്നാൽ ആ പറഞ്ഞവരെല്ലാം 1000 നാവുകൾ ഉയർത്തി ഇന്ന് രാത്രി പറയുന്നു, അരവിന്ദ് മോഹൻ ഞങ്ങളുടെ അനുഗ്രഹമാണ്. എങ്ങനെ? എന്റെ ജീവിതത്തിൽ എന്നെ തേടിയ എന്റെ യേശു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സ് തുറന്ന് കേൾക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. മതത്തിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് കേൾക്ക്, കാപട്യങ്ങളുടെ വസ്ത്രം അഴിച്ചു വെച്ച് കേൾക്ക്, മതഭ്രാന്ത് അഴിച്ചു വെച്ച് കേൾക്ക്, ഒരു മനുഷ്യനായി കേൾക്ക്. 8ാമത്തെ വയസ്സിൽ 28 വയസ്സുള്ള അമ്മയെയും 8 വയസ്സുള്ള എന്നെയും 3 വയസ്സുള്ള എൻ്റെ അനുജത്തിയെയും ഈ പ്രശ്നത്താൽ ഭയന്ന്, ഈ പ്രതിസന്ധി ഭയന്ന് വെടിവെച്ചൻ കോവിൽ എന്ന ദേശത്ത് നിന്ന് കുടുംബക്കാർ അടിച്ചിറക്കി വിട്ടു. മരിക്കാനിറങ്ങിയ ഒരു അമ്മയുടെ മകനാണ് ഞാൻ. മരിക്കുമെന്ന് ഉറപ്പിച്ചൊരു അമ്മയുടെ മകനാണ് ഞാൻ. ഞാൻ മതം മാറിയവനല്ല, മരണം മാറിയവനാണ്. കരമടിക്കാമെങ്കിൽ കരമടിക്ക്. ഞാൻ മതം മാറിയവനല്ല, മരണം മാറിയവനാണ്. ഞാൻ മതം മാറിയവനല്ല, ഇരുട്ടു മാറിയവനാണ്. സുവിശേഷത്തിന് അങ്ങനെ ഒരു പരിപാടിയില്ല. എന്നാൽ സുവിശേഷം മരണത്തെ മാറ്റും, സുവിശേഷം ഇരുട്ടിനെ മാറ്റും. നീണ്ട വർഷങ്ങൾ ഈ ട്രിവാൻഡ്രം പട്ടണത്തിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ, ചെന്നു കയറാൻ ഒരു വീടില്ലാതെ, ആമേൻ 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 ഒന്ന് സഹായകസ്ഥം ചോദിക്കാൻ ഒരു ബന്ധുക്കളുമില്ലാതെ എല്ലാവരും കൈവിട്ട് കളഞ്ഞപ്പോ മരണം മാത്രം മുഖാമുഖം കണ്ട് ശാപത്തിന്റെ അടിമയായി തുറന്ന സ്ഥലത്തെല്ലാം എൻ്റെ ജാതകം ആരൊക്കെ തുറന്നവരെല്ലാം എനിക്ക് പ്രതികൂലമായി സംസാരിച്ച് 17 വയസ്സായപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുത്ത് ഞാൻ തന്നെ ഒരു അടിമയായി എന്തിന് ജനിച്ചു, എന്തിന് ജീവിച്ചു എന്നിങ്ങനെ തുടങ്ങി വല്ലാത്തൊരു ശാപത്തിൽ ഞാൻ പോയപ്പോൾ 17 വയസ്സുള്ള ഞാൻ ട്രിവാൻഡ്രത്ത് അരുവിക്കര എന്ന് പറയുന്ന ഡാമൊക്കെ ഉള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു കൊച്ചു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരു 65 വയസ്സുള്ള അമ്മച്ചി എൻ്റെ വീട്ടിൽ കയറി വന്ന്
എന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടൊരു വാക്ക് പറഞ്ഞു, മോനെ നിനക്ക് വിടുതലുണ്ട്. ഇന്ന് രാത്രി ദേശമേ, ഇവരെന്തിനാ ഈ ശബ്ദം ഉയർത്തി പറയുന്നേ? ഇവരെന്തിനാ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നേ? ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ എന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടൊരു വാക്ക് പറഞ്ഞതാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്നെ ആര് വിടുവിക്കും? അമ്മച്ചിനോട് പറഞ്ഞു, നിന്നെ യേശു വിടുവിക്കും. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന അഭിഷക്തന്റെ അടുക്കൽ ഞാൻ എൻ്റെ ജാതകം തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്നെക്കുറിച്ച് എഴുതിയതാണ്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ എനിക്ക് വിരോധമാണ്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ എനിക്ക് പ്രതികൂലമാണ്. നിങ്ങൾ എന്തു പറയുന്നു? ആ ദൈവദാസൻ തൻ്റെ കയ്യിലിരുന്ന ബൈബിൾ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ നിന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, എനിക്കെതിരെ എഴുതിയത് മുഴുവൻ പ്രതികൂലമാണ്, എനിക്കെതിരെ എഴുതി വച്ചത് മുഴുവൻ വിധിയെഴുത്തുകൾ പ്രതികൂലമാ എങ്കിൽ ഞാനൊരു സന്തോഷ വാർത്ത പറയാം. നിന്നെക്കുറിച്ചൊരു വിധി ഇതിലെഴുതിയിട്ടുണ്ട്. അത് നിനക്ക് പ്രതികൂലമല്ല, നിനക്ക് അനുകൂലമാണ്. ഈ മനുഷ്യനോട് പറഞ്ഞു, മോനെ നിന്നെക്കുറിച്ച് ഇതിലെഴുതിയിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചില്ല. ആ മനുഷ്യനോട് ചോദിച്ചു, മോനെ നിന്നെക്കുറിച്ച് ജാതകത്തിൽ എപ്പോഴാണ് എഴുതിയേ? ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചതിന് ശേഷം. ജനിക്കുന്നതിന് മുമ്പല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത് എഴുതണമെങ്കിൽ ഞാൻ ജനിക്കണം, ജനന സമയം കിട്ടിയാലേ ഇത് എഴുതുള്ളൂ. ആ മനുഷ്യനോട് പറഞ്ഞു, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെക്കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് വളരെ വളരെ ആകാംക്ഷയായി തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ആ മനുഷ്യൻ ബൈബിൾ തുറന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്നു, തൻ്റെ പേനായി എടുത്തൊരു വാക്യത്തിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തു, എന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. അന്നാദ്യമായി ഞാൻ ബൈബിൾ കൈകൊണ്ട് പിടിക്കുകയാണ്. അന്നാദ്യമായി ഞാൻ ബൈബിളിലേക്ക് നോക്കുകയാണ്. അദ്ദേഹം അണ്ടർലൈൻ ചെയ്തിരുന്ന വാക്യം ഇങ്ങനെയാണ്: യഹോവ പറയുന്നു, എൻ്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 17 വർഷം ഒരു ശാപത്തിനകത്ത് വിഴുങ്ങപ്പെട്ടവനായി നിന്ന ഞാൻ ഈ ഒറ്റ വാക്യം വായിച്ചപ്പോൾ, ഞാൻ ജനിച്ചത് ശാപത്തിനല്ല, ഞാൻ ജനിച്ചത് തകർച്ചയ്ക്കല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം എന്നെ ജനിപ്പിച്ചു എന്ന വാക്യം എൻ്റെ നാവ് കൊണ്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്കൊരു ഫീൽ ഉണ്ടായി. ആ ശാപത്തിനകത്ത് നിന്ന് ഞാൻ പുറത്തു വരുന്ന പോലെ എനിക്ക് തോന്നി.